പ്രചാരണം വളരെ ഊർജിതമായി പോവുകയാണ്. ബാലുശ്ശേരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VT സൂരജാണ് നമുക്കുള്ളത്. സൂരജ് പ്രചരണം തുടങ്ങി വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ. എങ്ങനെയാണ് കാര്യങ്ങൾ? UDFന്റെ പ്രചരണം ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ വലിയ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമായിരുന്നു ബാലുശ്ശേരിയിലെ ജനമനസ്സ്. അത് വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനൊപ്പം കേരളം ജയിക്കുമ്പോൾ ബാലുശ്ശേരിയും UDFനോടൊപ്പം ജയിക്കും. കുറേ നാളുകളായി LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എങ്ങനെ പിടിച്ചെടുക്കുന്നത്? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും. UDFനോടൊപ്പമാണ് ബാലുശ്ശേരിയുടെ ജനമനസ്സ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. കാരണം ജനവിരുദ്ധമായ, വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ്. ആ മാറ്റത്തിനൊപ്പം ബാലുശ്ശേരിയിലെ ജനങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് ആളുകളിലേക്ക് എത്തുമ്പോൾ, ആളുകളെ കാണുമ്പോൾ, കടകളിൽ ചെല്ലുമ്പോൾ, വീടുകളിൽ ചെല്ലുമ്പോൾ, ഒരു നിരത്തുകളിൽ നിന്ന് വീട്ടമ്മമാരോടും തൊഴിലാളികളോടും ഓട്ടോ ഡ്രൈവർമാരോടും അങ്ങനെ വിദ്യാർത്ഥികളോടും സ്ത്രീകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് ആ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തവണ ബാലുശ്ശേരി മാറും, കേരളം UDF ജയിക്കും. നിലവിലെ MLAയുടെ ഒരു അതൃപ്തിയുണ്ട്. ആളുകളിലേക്ക് ചെല്ലുമ്പോൾ മണ്ഡലത്തിൽ അദ്ദേഹം ഇല്ല എന്നൊക്കെയുള്ള പലയിടത്തുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. വികസന കാര്യങ്ങളിൽ ഈ ബാലുശ്ശേരിയുടെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? ബാലുശ്ശേരി ഒരു സാധാരണക്കാരായ ജനങ്ങളുടെ നാടാണ് ബാലുശ്ശേരി. അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ ജീവൽ പ്രശ്നങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ തൊഴിലാണ്, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ്, കുടിവെള്ളമാണ്, പാർപ്പിടമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അത് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഒരേ രാഷ്ട്രീയ ആശയം പേറുന്ന ആളുകൾക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തെളിഞ്ഞ സത്യമായ കാര്യമാണ്. അതിനെതിരെ ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട്, ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ജനവിധിയിലൂടെ ഇത്തവണ രേഖപ്പെടുത്തും. ഈ ജനങ്ങളോടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ, അതിനെക്കുറിച്ച് വളരെ മിതമായുള്ള രീതിയിൽ ഇടപെടണം, വളരെ സജീവമായി ഇടപെടണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാലോ, പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ആളുകളാണ് പൊതുപ്രവർത്തകർ. അപ്പോൾ പൊതുപ്രവർത്തകർ എപ്പോഴും ജനങ്ങളോട് ലാളിത്യത്തോടെയും വിനയത്തോടെയും പെരുമാറേണ്ട ആളുകളാണ്. അവരെ കേൾക്കേണ്ട ആളുകളാണ്. അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കേണ്ട ആളുകളാണ്. അത് പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു പ്രചാരണ ദിവസമാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളായുള്ള സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം നടത്തിയിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓടി മണ്ഡലത്തിന്റെ എല്ലാ മുക്കുമൂലയിലും എത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഒരു സ്ഥാനാർത്ഥി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.